വലിയൊരു ഭാഗം ഒളിച്ചു വെച്ചു. അതുകൂടി പുറത്തു വരുവാണെങ്കിൽ എന്തായാലും. നിങ്ങൾ അറിയുമോ എന്തുകൊണ്ടാണ് സർക്കാർ കേസ് രജിസ്റ്റർ ചെയ്യിക്കാൻ പ്രേരിപ്പിക്കാത്തത്? ഒരു ക്രൈം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ സർക്കാരിന്റെ അകത്തളങ്ങളിൽ ഒളിച്ചിരിക്കുന്ന എല്ലാ തെളിവുകളും ഈ ഇൻവെസ്റ്റിഗേഷനോടനുബന്ധിച്ച് കണ്ടെടുക്കാൻ പോലീസിന് അധികാരം കിട്ടും. അവിടെ പോലീസിന് മുമ്പിൽ മുഖ്യമന്ത്രിയല്ല രാഷ്ട്രപതിയാണെങ്കിൽ പോലും ഒന്നും മറച്ചു വെക്കാൻ കഴിയില്ല. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ SHO മുഖാന്തരം ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാത്തത്. കാരണം ഇൻവെസ്റ്റിഗേഷനോടനുബന്ധിച്ചിട്ട് പോലീസിന് എവിടെ വേണമെങ്കിലും സെർച്ച് വാറന്റിന്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടേറിയറ്റിൽ ഇത് സൂക്ഷിച്ചിരിക്കുന്ന സേഫ് റൂമിൽ പോയി ഈ രേഖ കണ്ടെടുക്കാൻ വേണ്ടി ഒരു സെർച്ച് വാറന്റ് ചോദിക്കുക. ബിക്കോസ് ആ രേഖ എന്ന് പറയുന്നത് ഈ ക്രൈം ഇൻവെസ്റ്റിഗേഷന്റെ പരമപ്രധാനമായ ഡോക്യുമെന്റ് ആണ്. CD ആണ്, പെൻഡ്രൈവ് ആണ്, വാട്സാപ്പ് ചാറ്റിന്റെ രേഖകളാണ്, ഇലക്ട്രോണിക്സ് രേഖകളാണ്, CCTV ഫൂട്ടേജസ് ആണ്. അപ്പൊ അത് ഇൻവെസ്റ്റിഗേഷന്റെ കയ്യിൽ ഇത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റ് ഇൻവെസ്റ്റിഗേഷൻ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റിഗേഷൻ ഉത്തരവിടാൻ സമ്മതിക്കാത്തത്. ഇപ്പൊ ഈ 5 വർഷം കേസ് റിപ്പോർട്ട് വന്നിട്ട് 5 വർഷം കഴിഞ്ഞു. എന്നിട്ടും ഇപ്പോ പുതിയൊരു അന്വേഷണം ആരംഭിച്ചു. അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു കാലതാമസം റിപ്പോർട്ട് വന്നിട്ട് ഇത്രയും കാലം, അപ്പൊ ആ ഒരു കാലതാമസം കേസിനെ ബാധിക്കും? ഒരിക്കലും ബാധിക്കില്ല. കാരണം കാലതാമസത്തിന്റെ കാരണം ഹേമ കമ്മിറ്റി തന്നെ പറയുന്നുണ്ട്. ഇപ്പൊ കാലതാമസം വരുത്തിയത് ഒരു കാരണം ആരാണ്? ഗവൺമെന്റ് ആണ്. 4.5 കൊല്ലം ഗവൺമെന്റ് വെച്ച് പൂട്ടിയതാണ് ഈ 4.5 കൊല്ലത്തെ കാലതാമസം. അതിനു മുമ്പ് എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല എന്നുള്ള വിക്ടിംസിന്റെ ജസ്റ്റിഫിക്കേഷൻ, എക്സ്പ്ലനേഷൻ എന്താന്ന് പറഞ്ഞാൽ, ഞങ്ങൾ പരാതി കൊടുത്താൽ ഞങ്ങൾ ജീവൻ അപകടപ്പെടും. ഇപ്പോഴാണ് അവർക്ക് ഒരു അവസരം ഉണ്ടായത്. അപ്പൊ ഭയന്നുകൊണ്ട് പരാതി കൊടുക്കാത്തതിന്റെ പേരിൽ അങ്ങനെയാണെങ്കിൽ എല്ലാ കുറ്റകൃത്യവും ഭീഷണി കൊണ്ട് ആളുകളെ വിരട്ടിയിട്ട് ഇല്ലാണ്ടാക്കാലോ. അപ്പൊ കാലതാമസം ബോധപൂർവം ഒരു കഴമ്പില്ലാത്ത കേസാണ് എങ്കിൽ ബോധപൂർവം ഇവർക്ക് ആരും ഇവരെ തടസ്സപ്പെടുത്തിയില്ല, ഇവരാരും ഭീഷണിപ്പെടുത്തിയില്ല, എന്നിട്ട് പോലും ഇവർ കേസ് കൊടുത്തില്ല എങ്കിൽ സ്വാഭാവികമായി കാലതാമസത്തിനൊരു കാരണമുണ്ട്. ഈ കാലതാമസം ഹേമ കമ്മിറ്റിയിലെ ഫൈൻഡിങ് തന്നെ ഇരകൾ കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ട് പോലും മൊഴി കൊടുക്കാൻ അവർ ധൈര്യം കാണിക്കാത്ത, അവരെ ജീവന് സുരക്ഷയില്ല എന്ന മൊഴി കമ്മീഷൻ റെക്കോർഡാക്കി. അതുകൊണ്ട് കാലതാമസം എല്ലാത്തിനും ഉണ്ട്. കാലതാമസം ഒരു മർഡർ കേസിന് പോലും കുറെയൊക്കെ 30 കൊല്ലത്തിന് ശേഷമാണ് കേരളത്തിൽ ഒരു IGയെ വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ പ്രോസിക്യൂട്ട് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചത്. 30 കൊല്ലമാണ് എടുത്തത്. അപ്പൊ കാലതാമസത്തിന് ഓരോന്നിന്റെ ജസ്റ്റിഫിക്കേഷനും എക്സ്പ്ലനേഷനും ഉണ്ടെങ്കിൽ കാലതാമസം ഒരിക്കലും ഒരു പ്രശ്നമല്ല. ഞാൻ പറയാം, ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. ഇന്നലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കേരള കോൺഗ്രസിന്റെ നേതാവ് ജോസഫ് പുതുശ്ശേരി ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് വെളിവാക്കുന്ന കുറ്റകൃത്യങ്ങളെ കുറിച്ച് അന്വേഷിച്ച് കേസെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു. ആ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ SHO ആ പരാതി സ്വീകരിച്ചില്ല. ഇത്ര സീരിയസ് ആയ കുറ്റകൃത്യങ്ങളെ സംബന്ധിക്കുന്ന ഒരു പരാതി കൊടുത്തിട്ട് ആ പരാതി സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, ആ ദിവസം തന്നെ അദ്ദേഹം ഇമെയിലായിട്ടും രജിസ്റ്റേർഡ് പോസ്റ്റായിട്ടും പരാതി അയച്ചു. അത് കിട്ടി, എക്നോളജ്മെന്റ് വന്നിട്ട് ഈ നിമിഷം വരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അങ്ങനെ സ്ത്രീകളെ സംബന്ധിക്കുന്ന കുറ്റകൃത്യത്തെ സംബന്ധിച്ച് പരാതി ലഭിച്ചിട്ട് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കേസ് എടുത്തിട്ടില്ലെങ്കിൽ പുതിയ ന്യായസംഹിത 199C വകുപ്പ് അനുസരിച്ച് 6 മാസത്തിൽ കുറയാത്തതും 3 വർഷത്തോളം ശിക്ഷാർഹമായ ഒരു കുറ്റമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ജോസഫ് പുതുശ്ശേരി കേരള ഹൈക്കോടതി റിട്ട് ഫയൽ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം കൊടുത്ത പരാതിയിനുള്ള തറോ ഇൻവെസ്റ്റിഗേഷൻ വേണം. ആ പരാതി സ്വീകരിച്ച് FIR രജിസ്റ്റർ ചെയ്യാത്ത ആ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്കെതിരെ ന്യായസന്നിധിയിലെ 199C അനുസരിച്ച് ശിക്ഷാർഹമായ കുറ്റമായതുകൊണ്ട് അദ്ദേഹത്തിന് പേരിൽ ക്രിമിനൽ പ്രോസിക്യൂഷൻ ആരംഭിക്കണം. ഇപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അതില് ഒരു ഫേക്ക് ആണെന്നുള്ള രീതിയിൽ അതില് ഒരു ഫേക്ക് ആരോപണമാണ്. പോളിംഗ് വന്നിട്ട് കേസ് കൊടുത്തു, പുള്ളി നേരത്തെ. അപ്പൊ അങ്ങനെ ഈ കേസ് ഒറിജിനൽ സംഭവങ്ങളുടെ കൂടെ ഫേക്ക് സംഭവം ഫേക്ക് ഉണ്ടെങ്കിൽ ഈ FIR എന്ന് പറയുന്നത് ഒരു കേസ് അന്വേഷണത്തിന്റെ ഒരു ആരംഭം മാത്രമാണ്.
ഒരു ഭ്രൂണാവസ്ഥയിലിരിക്കുന്ന അന്വേഷണത്തിൽ ആര് പറയുന്നതാ ശരി, ആര് പറയുന്നതാ കളവ് എന്ന് ഇപ്പോൾ വിധി എഴുതാൻ കഴിയില്ല. 10 ആളെ ഒരുമിച്ച് കൊന്ന കൊലക്കേസിലെ പ്രതി വരെ FIR രജിസ്റ്റർ ചെയ്ത ഘട്ടത്തിൽ കോടതിയിൽ ജാമ്യത്തിന് അപേക്ഷിക്കാൻ പറയാം ഐ ആം ടോട്ടലി ഇന്നസെന്റ്. മാത്രമല്ല നമ്മുടെ നീതി സംഹിത എന്നെ പറയുന്നത് എന്താ, ഓൾ ആർ പ്രസ്യൂംഡ് ഇന്നസെന്റ് അണ്ടിൽ പ്രൂവ്ഡ് ഗിൽറ്റി. കുറ്റക്കാരനാണെന്ന് കോടതി കാണുന്നവരെ എല്ലാവരും നിരപരാധിയാണെന്നാണ് നിഗമനം. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ കേസ് എടുക്കാതിരിക്കാൻ പറ്റുമോ, കേസ് രജിസ്റ്റർ ചെയ്യാതിരിക്കാൻ പറ്റുമോ, അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? ഇനി എന്തെല്ലാം അവസരമുണ്ട് ഒരു പ്രതിയായ ഒരാൾക്ക്. കേസന്വേഷണത്തെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതി പോവാം, FIRനെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതി പോവാം. ഇനി അതൊന്നും കോടതി സ്വീകരിച്ചില്ലെങ്കിൽ വിചാരണ ആരംഭിച്ച് കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്തിട്ട് കോടതി പോവാം. ഇനി അതും കഴിഞ്ഞ് അയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടാൽ അദ്ദേഹത്തിന് അപ്പീൽ പോവാം. ഇതെല്ലാം ഇനി വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിൻ്റെ ഇടയിൽ FIR രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഒരാൾ കുറ്റക്കാരനാണെന്നോ അയാൾ നിരപരാധിയാണെന്നോ നമ്മൾ വിധി എഴുതാൻ പറ്റുമോ? ഒരിക്കലും പറ്റും. കാരണം എല്ലാ കേസിലെ പ്രതികളും കേസന്വേഷണത്തിന്റെ ആരംഭത്തിൽ പറയുന്നത് ഞാൻ പൂർണ്ണമായി നിരപരാധിയാണെന്നാണ്. ആ ഒരു അർത്ഥത്തിൽ മാത്രമേ നിങ്ങൾ പറഞ്ഞ സിനിമാ താരത്തെ കുറിച്ചിട്ടുള്ള ആരോപണത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണത്തെ കണക്കാക്കേണ്ടതുള്ളൂ. ഒരു സ്പെഷ്യൽ ബെഞ്ച് രൂപീകരിച്ചു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനനുബന്ധിച്ചുള്ള എല്ലാ കേസുകളും കേൾക്കാൻ. അത് തന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ അതീവ താല്പര്യവും എക്സ്പെഡീഷ്യസ് പെട്ടെന്നുള്ള നീതി നിർവഹണം, ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് അല്ലേ തന്നെ ഈ കമ്മിറ്റി വെക്കാൻ വർഷങ്ങൾ പിടിച്ചു. കമ്മിറ്റി 2 കൊല്ലത്തോളം പഠനം നടത്തി, തെളിവെടുത്തു, ഗവൺമെന്റ് കൊടുത്തു, ഗവൺമെന്റ് 4.5 കൊല്ലം വെച്ച് പാർപ്പിച്ചു. അതുമെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇനിയെങ്കിലും ഇരകൾക്ക് വേഗത്തിൽ നീതി ലഭിക്കാൻ ഉതകത്തക്ക രീതിയിൽ വേഗത്തിൽ ഒരു തീർപ്പുണ്ടാവാൻ വേണ്ടി, ഈ ഹൈക്കോടതിയിൽ വരുന്ന കേസുകൾക്ക് പെട്ടെന്ന് തീർപ്പുണ്ടാവാൻ വേണ്ടി ഇങ്ങനെ ഒരു ബെഞ്ച് രൂപീകരിച്ചിരിക്കുന്നു. അത് നല്ല ഒരു ലക്ഷണമാണ്, ഒരു നല്ല മെസ്സേജാണ് നൽകുന്നത്. സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച് കേരള ജുഡീഷ്യറി അതീവ തൽപരനാണ് എന്ന ഒരു മെസ്സേജാണ് അത് നൽകുന്നത്.